ഞാൻ കാഴ്ച ഉള്ള ഒരു ലോകത്തിലൂടെ കടന്നു വന്നിട്ട് കാഴ്ചയില്ലാത്ത ഒരു ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിത സംഭവങ്ങളും അതിലൂടെ ഞാൻ എങ്ങനെ ഒരു സംരംഭകയായിട്ട് മാറി എന്നുമാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് പറഞ്ഞല്ലോ, ജാസ്മിൻ അജി. ഞങ്ങൾക്ക് ഒരു മോനാണുള്ളത്, അഖിൽ, അപ്പു എന്ന് വിളിക്കും. ഞങ്ങളുടെ വീട് തൊടങ്ങനാട്, തൊടുപുഴയ്ക്കടുത്താണ്, തൊടങ്ങനാട് എന്ന് പറയും. എൻ്റെ സ്വന്തം വീട് കോട്ടയം ജില്ലയിൽ മേരിലാൻഡിലാണ്. ഞാൻ പഠിച്ചത് ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. ഇത്രയും പഠിച്ചു വന്നപ്പോൾ ഞാൻ പഠിച്ച് വലിയ ജോലിയൊന്നും നേടാനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഡിഗ്രി പഠനം നിർത്തി. അതിനുശേഷം ഒരു ഹോം സയൻസ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, സ്റ്റിച്ചിങ്, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഓരോ സ്റ്റാഫിനെയൊക്കെ ഓരോ സ്ഥലത്താക്കിയിട്ട് എനിക്കിതെല്ലാവരും മേൽനോട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടൊരു ബിസിനസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. കാറൊക്കെ ഓടിക്കാൻ അത്യാവശ്യം എല്ലായിടത്തും കാറൊക്കെ ഓടിച്ച് പോകുമായിരുന്നു. ഒരു 30 വർഷം മുന്നെയാണ് കേട്ടോ. അതിനുശേഷം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കൊരു മോനുണ്ടായപ്പോൾ അവന് 6 മാസമായപ്പോഴാണ് അറിയുന്നത് അവന് സെറിബ്രൽ പാൾസി എന്നൊരു അസുഖമുണ്ടെന്ന്. അതായത് ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ കോഡ് കഴുത്തിൽ ചുറ്റിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തതാണ് ഇങ്ങനെ ഒരു സെറിബ്രൽ പാൾസി ഉണ്ടാകാനായിട്ട് കാരണമായത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ തുടങ്ങി ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിച്ചു. ആദ്യം കോട്ടയമായിരുന്നു, പിന്നെ മണിപ്പാലിൽ കൊണ്ടുപോയി 1 വർഷത്തോളം ചികിത്സകൾ ചെയ്തു. ഫിസിയോതെറാപ്പി ആയിരുന്നു. പക്ഷെ വലിയ മാറ്റമൊന്നും വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ നല്ല ട്രീറ്റ്മെൻറ്റുകൾ തേടിയിട്ട് ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. എല്ലാവരും ഫിസിയോതെറാപ്പിയാണ് അവന് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇവനെ അക്യൂപ്രഷർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് അവനെ നിർത്താൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു പ്രതീക്ഷ, അവനെ 6 മാസം കൊണ്ട് നമുക്ക് നിർത്തുകയാണെങ്കിൽ അത് അവിടെ നിൽക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നൈയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അക്യൂപ്രഷർ ചെയ്യാൻ തുടങ്ങി. ഒരു 2 മാസമൊക്കെ ചെയ്തപ്പോഴും ഒത്തിരി മാറ്റമൊന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഫിസിയോതെറാപ്പിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും കൂടെ കണ്ട് വീട്ടിൽ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം കുറച്ചും കൂടെ പെട്ടെന്ന് മാറ്റമാണെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൂടെ കണ്ടു. അപ്പോൾ ആയുർവേദ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറും പറഞ്ഞു, ഇവന് 2 വയസ്സേ പ്രായമായിട്ടുള്ളൂ, അപ്പം നമുക്ക് ഇവനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കൂടെ ചെയ്യുന്ന സമയം, അതായത് ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു. അതായത് രാവിലെ ഒരു 8 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെ പല ചികിത്സകളുമായിട്ട് പല സ്ഥലങ്ങളിൽ കൂടെ ഓടി നടക്കുവാണ്. രാവിലെ ഞങ്ങൾ അടുക്കളയിലെ ജോലിയൊക്കെ ഭക്ഷണം, കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുറേ ദൂര സ്ഥലത്താണ്, അവിടെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മമാർക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, ആയുർവേദം ഞവര, ധാര, കിഴി, ഇതെല്ലാം ഭയങ്കര വേദന എടുത്ത് അവൻ്റെ കയ്യിലും കാലിലും പിടിച്ചു വെച്ചിട്ടാണ് ഞവര പായസമൊക്കെ മേത്തൂടെ തൂക്കുന്നത്. മുഴുവൻ സമയം കരച്ചിലായിരിക്കും. ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ തന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റിന് ചോറിട്ടിട്ട് പോകും അക്യൂപ്രഷർ ചെയ്യാൻ. അതിന് പിന്നെ ഒത്തിരി വേദനയൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണി 5 മണിയാകുമ്പോൾ വീണ്ടും വീട്ടിൽ വരും. അപ്പോഴേക്കും ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്. അങ്ങനെ അതും നല്ല വേദന എടുപ്പിച്ചാണ്. അവന് ആ 1 മണിക്കൂറും കരച്ചിലായിരിക്കും. അപ്പം ഞങ്ങളങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കൂടി ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവനെ നടത്തിക്കും എന്നൊരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഒരു ബസ് കയറാനായിട്ട് പോയപ്പോൾ ഒരു സൈക്കിള് എൻ്റെ അടുത്തൂടെ വന്ന് എന്നെ തട്ടുന്ന പോലെ വന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. അപ്പം അത് എന്നെ പെട്ടെന്ന് കൈ പിടിച്ച് മാറ്റി. പിന്നെ ഒരിക്കലും കൂടെ അങ്ങനെ സംഭവിച്ചപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, എൻ്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റലാണ്, ശങ്കർ നേത്രാലയം എന്ന് പറയും. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റുകൾ ചെയ്തു. ഒരാഴ്ചയോളം ഡോക്ടേഴ്സ് മാറി ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ണിൻ്റെ നേർവ് വീക്കാകാനായിട്ട് ആരംഭിക്കുകയാണ്. ഇപ്പം കണ്ണിന് കാഴ്ച കുറയല്ല, പക്ഷേ ഒരു 65-70 വയസ്സാകുമ്പോഴത്തേനെ കാഴ്ച പതുക്കെ കുറഞ്ഞ് പോകും. എൻ്റെ കണ്ണിൻ്റെ അസുഖത്തിൻ്റെ പേര് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ അസുഖത്തിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ലോകത്തിലെങ്ങും റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. ഇപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, നമുക്ക് ലോകത്തിന് റിസർച്ച് നടക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് എന്തെങ്കിലും മരുന്നാകുമോ പെട്ടെന്നൊക്കെ.
അപ്പം ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ മിക്കവാറും 5 വർഷം കൊണ്ടൊക്കെ ആകുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾക്കൊരു പ്രതീക്ഷ, കാരണം മോൻ ഇത്രയും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവൻ പെട്ടെന്ന് നടക്കും. എൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ സൈക്കിളൊക്കെ തട്ടാൻ വന്നത് നോർമൽ ആൾക്കാർക്ക് സംഭവിക്കുന്ന പോലെ എങ്ങനെയൊക്കെയേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമ്മുടെ കാഴ്ച കുറഞ്ഞു പോകുന്നതിന് മുന്നേ മരുന്നൊക്കെ ആകും, അപ്പം പിന്നെ അത് നോർമലായിട്ട് തന്നെ പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം വേളാങ്കണ്ണി പള്ളിയിൽ പോയപ്പോൾ ഒരച്ഛനുമായിട്ട് സംസാരിച്ചപ്പം ഞാൻ എൻ്റെ മോൻ്റെ അസുഖത്തിൻ്റെ കാര്യവും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കണം. അതായത് ഞങ്ങൾ സാധാരണ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ മോൻ്റെയൊക്കെ അസുഖത്തെ പറ്റിയൊക്കെ ഓർത്ത് ഒത്തിരി വിഷമിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ജോലിയിലൊക്കെ വ്യാപൃതയായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ബിസിനസ്സിനെ പറ്റി. പക്ഷെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്നാ, അതിനെപ്പറ്റി നമുക്ക് അത്ര അറിയില്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞ് ചെന്നൈക്ക് പോയി. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ തുടർന്നു. ഒരു 1.5 വർഷത്തോളം അവിടെ താമസിച്ചു, ചികിത്സകൾ ചെയ്തു. പക്ഷെ അവന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് തന്നെ നാട്ടിൽ വന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ വീണ്ടും വേറെ പലതും ആരംഭിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി. ആദ്യമായിട്ടാണ് ഞാൻ തനിയെ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ അമ്മച്ചി നേരത്തെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മരിച്ചു പോയതായിരുന്നു. അപ്പം അമ്മച്ചിയുടെ വാർഷികത്തിനൊക്കെ അമ്മച്ചിയുടെ കൂട്ടുകാരും ചേച്ചിമാരും ഒക്കെ കൂടെ നെയ്യപ്പം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതിലായിരുന്നു, ചെറുപ്പമായതുകൊണ്ട് എനിക്കറിയില്ല, ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ആ രീതിയിലൊക്കെ വെച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പം നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല നെയ്യപ്പമാണ്. എൻ്റെ ഹസ്ബൻഡ് അജിയുടെ അമ്മയുണ്ടായിരുന്നു. അമ്മയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. വീണ്ടും ഒരു ദിവസവും കൂടെ കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അജി പറഞ്ഞു, ഞങ്ങൾക്കന്ന് സ്വന്തമായിട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി കടയിൽ വെച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 20 പാക്കറ്റ് ഉണ്ടാക്കി കടയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് തീർന്നു പോയി. പക്ഷെ ഞങ്ങളിത് വീണ്ടും ഉണ്ടാക്കുന്നതിനെ പറ്റി അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ അവിടെയുള്ള മേടിച്ച ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാക്കി വെക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അജിയോട് പറഞ്ഞു, അന്ന് വെള്ളങ്ങണി പള്ളിയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ കാര്യം നമുക്കിതൊരു ചെറിയ ബിസിനസ്സാക്കി ആരംഭിച്ചാലോ, കാരണം നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സമയമുള്ളതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊരു ചെറിയ ബിസിനസ്സാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ എപ്പോഴും അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഒത്തിരി സന്തോഷത്തോടെ പറയുകയാണ്, നമ്മുടെ മനസ്സ് സങ്കടപ്പെടുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് എന്നും താങ്ങായിട്ടും തണലായിട്ടും ദൈവം കൂടെ കാണും എന്നതിനുള്ളൊരു തെളിവാണ് വേളാങ്കണ്ണി പള്ളിയിൽ വെച്ച് മാതാവ് അന്ന് അച്ഛനോട് ഞങ്ങളോട് സംസാരിച്ചതാണ്. ഞങ്ങളുടെ മോൻ്റെ പേരിട്ട് അപ്പോസിറ്റ്സ് എന്നൊരു യൂണിറ്റ് തുടങ്ങാൻ കാരണമായത്. അതിനുശേഷം കുറച്ചുകൂടെ അളവിൽ നമ്മുടെ കടയിൽ വെച്ചത് കൂടാതെ കുറച്ച് ആളുകൾ വേറെ പുറത്തുനിന്ന് കടയിൽ നിന്ന് വന്ന് മേടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അളവ് ഇച്ചിലൂടെ കൂട്ടാൻ തുടങ്ങി. അളവ് കൂട്ടുമ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എപ്പോഴും ചെറിയ വരുമാനം, കുറച്ച് നെയ്യപ്പല്ലേ ഉണ്ടാകുന്നു, അതൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം 2 സ്റ്റാഫൊക്കെ ആയപ്പോഴേക്കും ഒരു സിംഗിൾ ബർണർ സ്റ്റൗവാണ് ആദ്യം മേടിച്ചത്. ഞാൻ എപ്പോഴും പറയും, യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. കാരണം നമ്മൾ സാധാരണ അടുക്കളയിലെ സ്റ്റൗവിൽ ചികിത്സത്തിലാണ് ആരംഭിച്ചത്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ചെറുതായിട്ട് ഇത് കൂട്ടിക്കൊണ്ട് വന്നത്. അതിനുശേഷം അങ്ങനെ 2 സ്റ്റാഫായി ആഴ്ചയിൽ 2 ദിവസം ഞങ്ങളിങ്ങനെ നെയ്പ്പുണ്ടാക്കി പോകുന്നു. ആ സമയത്ത് എനിക്ക് വീണ്ടും അടുത്ത പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി. അതായത് ഒരു ദിവസം ഞാൻ മോനെ മടിയിൽ വെച്ച് ചോറും കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മുഖത്തിൻ്റെ വലതുവശത്തായിട്ട് ഭയങ്കര ഒരു ഇടിമിന്നൽ വന്ന് പതിക്കുന്ന പോലെ ഒരു വേദന ഉണ്ടായി. ഇവിടെ നിന്ന് എന്തോ ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന പോലെയും എന്തൊക്കെയോ ഒഴുകുന്ന പോലെയും ശക്തമായ കട്ടുകഴുപ്പ് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. അതിന് മുന്നേ അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ടായി. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ന്യൂറോയൊക്കെ കണ്ടു. ന്യൂറോയെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം. അങ്ങനെ അമൃതയിലാണ് MRI എടുത്തത്. MRI എടുത്തപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, മുഖത്തെ മെയിൻ 2 ഞരമ്പുകൾ കൂട്ടിമുട്ടുന്നതാണ്. അതായത് ട്രൈജീമിനൽ ന്യൂറാൾജിയ എന്ന് പറയും അതിന്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന അതിശക്തമായ ഒരു വേദനയാണ്. അവരെന്നാ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ എന്നൊക്കെയായിരുന്നു. അതിന്
ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും അത് വരാം. വേദന ചിലപ്പോൾ നമ്മുടെ വായിൽ ചെറിയൊരു ചൂടി ചെന്നാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു തണുപ്പ് ചെന്നാൽ മതി, അല്ലെങ്കിൽ ഒരു മധുരം ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാറ്റ് നമ്മുടെ മുഖത്തൂടെ അടിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊരു വെയിറ്റ് എടുത്താൽ എപ്പോഴാണ് ഈ വേദന വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ നെയ്യുണ്ടാക്കുന്നതൊക്കെ നിർത്തി വെച്ചു. കാരണം മാവൊക്കെ കുഴിച്ച് റെഡിയാക്കി കൊടുക്കുന്നത് ഞാനായിരുന്നു. അങ്ങനെ നെയ്യുണ്ടാക്കുന്ന കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചു. പിന്നെ വേദനയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു. ആ സമയത്ത് 2006 ഞങ്ങളൊരു പുതിയ വീട് വെച്ചിരുന്നു. പുതിയ വീട് വെച്ചപ്പോൾ അതിൻ്റെ വർക്ക് ഏരിയ കുറച്ച് ഒരു 6 പേർക്കൊക്കെ നിന്ന് ഉണ്ടാക്കാനുള്ള സൗകര്യത്തിലാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. അപ്പം ഞങ്ങളൊരു 4 പേര് 6 പേരൊക്കെ നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് കടകളിലെല്ലാം കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങി. ആഴ്ചയിൽ ഒരു 2-3 ദിവസമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വീണ്ടും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ പുറകെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ചെന്നൈയിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു, ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അപ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പം പറഞ്ഞു, ശരിയാണ്, കാഴ്ച കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സൈഡ് വ്യൂ ആണ് കുറയാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ സ്ട്രേറ്റിന് കാറ്ററാക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് അതിനൊരു സർജറി ചെയ്യുവാണെങ്കിൽ ചിലപ്പം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ആയി വരും കാഴ്ച. അപ്പം സർജറി ചെയ്തു അവിടെ ചെന്നൈയിൽ തന്നെ. പക്ഷേ എനിക്ക് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും വന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നെയ്യപ്പം ഉണ്ടാക്കാൻ ഞാനാണ് ഒരു സ്റ്റൗവിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്ന സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കുന്നത് മാറി. കാരണം രാവിലെ തുടങ്ങി ഒത്തിരി നേരം ചൂടടിച്ച് നിൽക്കാതിരിക്കാനായിട്ട്. പക്ഷെ മറ്റുള്ളവർ അത് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ മാവൊക്കെ കുഴച്ച് കൊടുക്കാനും എല്ലാം റെഡിയാക്കി കൊടുക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2009 കാഴ്ച കുറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു 2008 കാഴ്ച കുറയാൻ തുടങ്ങി. പക്ഷെ നാട്ടിൽ വന്ന് ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകൾ, അലോപ്പതിയിൽ മരുന്നൊന്നും ഇല്ല, മെഡിസിനൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എങ്കിലും ആയുർവേദത്തിലൊക്കെ മരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആയുർവേദവും ഹോമിയോയും സിദ്ധവൈദ്യവും എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഞാൻ നോക്കി. കണ്ണിന് കാഴ്ച കിട്ടാൻ എല്ലാവരും എൻ്റെ കണ്ണ് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പം പെട്ടെന്ന് കാഴ്ച കിട്ടുന്നതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് നോക്കി. പക്ഷേ ക്രമേണ കാഴ്ച കുറഞ്ഞു വരികയാണ് ചെയ്തത്. അതുപോലെ മോനും പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് മൈസൂറും വയനാടും അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അവനും ആയുർവേദവും സിദ്ധവൈദ്യം എല്ലാം ഹോമിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവനും മാറ്റമൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കെ 2009 അൽഫോൻസാമ്മ വിശുദ്ധയായ ആദ്യത്തെ തിരുനാളിന് ഞങ്ങൾ ആ സമയത്ത് പാലായിലൊക്കെ ഒരു സന്ധ്യ ബേക്കറി നെയ്യപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭരണിക്കാനത്തെ ഇടവക ദേവാലയത്തിൽ നിന്ന് ഞങ്ങളോട് ഒരു 1000 കിലോയുടെ ഓർഡർ ബേക്കറി സന്ധ്യ ബേക്കറി മുഖേന ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 1000 കിലോ എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഒരു പേടി തോന്നി. എങ്ങനെ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു 4-6 സ്റ്റാഫൊക്കെയാണ് അന്നേരം ചെയ്യുന്നത്. അതിനുള്ള സ്റ്റൗവും സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാഫിനോട് ചോദിച്ചു, നമുക്ക് എങ്ങനെയാണ് 1000 കിലോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി നടക്കുകയല്ല, ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനും അജിയും കൂടെ തീരുമാനിച്ചു നമുക്കിത് ചെയ്യണം എന്ന് തീരുമാനിച്ച് പെട്ടെന്ന് കുറച്ച് ആളുകളെയൊക്കെ പഠിപ്പിച്ചെടുത്തു. നമ്മൾ മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ട് പെട്ടെന്ന് അതിന് വേണ്ട പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത് ഞങ്ങളൊരു ആ സമയത്ത് അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മുടെ ഒരു 200 കിലോയുടെ ഓർഡറും കൂടി ഞങ്ങൾക്ക് കിട്ടി. അപ്പം ഞങ്ങൾ ഈ 10 ദിവസം കൊണ്ട് ഈ 1200 കിലോ 2 പള്ളികളിലോട്ടായിട്ടും നോർമലായിട്ട് കടകളിൽ കൊടുക്കേണ്ട നെയ്യപ്പം കൂടി അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഈ അൽഫോൻസാമ്മയുടെ തിരുനാളിന് നെയ്യപ്പം കൊടുത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവിന് കാരണമായി എന്ന് തന്നെ പറയാം. അതിനുശേഷം നോർമലായിട്ട് തന്നെ ഞങ്ങൾ നെയ്യപ്പം സാധാരണ കടകളിൽ തന്നെ കൊടുത്ത് പോരുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ അറിയാവുന്ന ആൾക്കാരോടൊക്കെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ പറയും, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കുറയാൻ തുടങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ അടുത്ത് നമ്മളോട് സ്നേഹമുള്ളവർ അവരുടെ മനസ്സിൻ്റെ ആശങ്ക എന്നോട് പറയാൻ തുടങ്ങി. ജാസ്മിനെ, മോന് ഇതുവരെ ആയിട്ടും ശരിയായിട്ടില്ല. ഇപ്പം ജാസ്മിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കൂടെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ വീടിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങി പോകത്തില്ലേ? ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ വരികത്തില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരുമായിരുന്നു. പക്ഷെ ഞാനൊന്നും പറയല്ല, ചിരിച്ചു നിൽക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോയെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യും? ഞാനിങ്ങനെ മേലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മോനും ഞാനും കൂടെ ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അഞ്ചിയും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഒത്തിരി സങ്കടം വരത്തില്ലേ? അപ്പം ഇതിനെ എങ്ങനെ തരണം ചെയ്യും? അതിന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെ എനിക്കന്ന് അടുക്കളയിൽ ആളുണ്ട് ജോലിക്ക്. പക്ഷെ ഞാൻ പച്ചക്കറിയൊക്കെ എറിയുമ്പോൾ ഞാൻ ഓർത്തു കണ്ണടച്ച് പിടിച്ചൊന്ന് ചെയ്ത് നോക്കാൻ ഓർത്തു. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് കണ്ണടച്ച് പിടിച്ച് അരിഞ്ഞൊക്കെ നോക്കി. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ കപ്പയൊക്കെ പൊളിച്ച് ഞെറുക്കുന്നതൊക്കെ കണ്ണടച്ച് പിടിച്ച് തന്നെ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അതും വലിയ പ്രശ്നമില്ല. അപ്പം മീൻ വെട്ടാനും പിന്നെ ഇറച്ചിയൊക്കെ എടുത്ത് നിലത്ത് വെച്ച് കത്തി, ഞാൻ നിലത്തിരുന്നാണ് നുറുക്കുന്നത്. അപ്പം കത്തിയൊക്കെ നിലത്ത് വെച്ചിട്ട് ഞാൻ ഇറച്ചിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ട് ശരിക്കും കണ്ണടച്ച് പിടിക്കും. കണ്ണടച്ച് പിടിച്ചിട്ട് നുറുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഓർത്തിങ്ങനെ എടുത്ത് നുറുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ഘട്ടഘട്ടമായിട്ട് പരിശ്രമിച്ച് കഴിയുമ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ 2008 കാഴ്ച കുറയാൻ തുടങ്ങി. 2011 ആയപ്പോഴത്തേക്കും എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴേക്കും സൈഡ് വ്യൂ ആണ് അധികം കുറഞ്ഞു വന്നത്. പിന്നെ സ്ട്രെയിറ്റ് വ്യൂ കുറഞ്ഞ് ഫുള്ളായിട്ട് കാഴ്ച പോയി. പക്ഷെ അന്നേരത്തേക്കും ഞാൻ എൻ്റെ അത്യാവശ്യം എല്ലാം അടുക്കള ജോലികളും നെയ്യപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്നതും എല്ലാം കണ്ണടച്ച് പിടിച്ച് തന്നെ ചെയ്ത് പഠിച്ചിരുന്നു. പിന്നെ 2011 ആയപ്പോഴേക്കും ഭരണങ്ങാനത്തെ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് അവിടെ നേർച്ചയപ്പം കൊടുക്കാനുള്ള ഒരു ഓർഡർ ലഭിച്ചു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു 12 പേർക്ക് നിന്ന് ജോലി ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ഉണ്ടാക്കി. അതിന് വേണ്ട സാധനങ്ങളും സ്റ്റൗവും പാത്രങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ അതിൻ്റെ മുന്നേ എല്ലാ അരി പൊടിക്കുന്നതൊക്കെ പുറത്ത് വണ്ടിക്ക് മില്ലിൽ കൊടുത്തായിരുന്നു പൊടിപ്പിക്കുന്നത്. വലിയ ചെരുവത്തിലാണ് മാവ് കുഴയ്ക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ടുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടിക്കാനായിട്ടൊരു മില്ലും മാവ് മിക്സ് ചെയ്യാനായിട്ട് മിക്സിങ് മെഷീനും കണ്ടിന്യൂസ് ചെയ്തത് പാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് മെഷീനറീസൊക്കെ മേടിച്ചു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ കയറി വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ഗോൾഡ് ലോൺ ആക്കും. ലോൺ എടുത്തിട്ട് അത് കുറേശ്ശെ കുറച്ചുകൊണ്ട് വരും. അങ്ങനെയായിരുന്നു. ഇപ്പം 2013-14 ഇപ്പം നന്നായിട്ട് നല്ല കുറേ ഓർഡറുകളായി. നമ്മുടെ ഒത്തിരി പള്ളികളിൽ ഭരണങ്ങാനത്ത് നെയ്യപ്പം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേറെ ഒത്തിരി പള്ളികളിൽ നിന്ന് ഫോൺ വിളിച്ച് നമ്പർ മേടിച്ച് ഒത്തിരി പള്ളികളിൽ നിന്ന് തിരുനാളിനോടനുബന്ധിച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ കുറേ കടകളിൽ കൊടുക്കാൻ തുടങ്ങി. പിന്നെ കുറേ ആളുകൾ വീട്ടിൽ വന്ന് മേടിക്കാൻ തുടങ്ങി. അങ്ങനെയെല്ലാം നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. 2019 ആയപ്പോൾ നമ്മുടെ യൂണിറ്റ് എല്ലാം നല്ല ഹൈജീനിക് ആക്കി നന്നായിട്ട് പലതൊക്കെ വന്നു. നല്ല ഭംഗിയാക്കി കുറേ ആവശ്യത്തിന് വേണ്ട ഒത്തിരി മെഷീനറീസൊക്കെ അതിനിടയ്ക്ക് മേടിച്ചു. അങ്ങനെ അതുമെല്ലാം കുറച്ച് ലോണൊക്കെ എടുത്താണ് നന്നായിട്ട് പണിത് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും 2020 കൊറോണ വന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, പള്ളികളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു 80% നെയ്യപ്പം കൊടുക്കുന്നത് പള്ളികളിലായിരുന്നു. പള്ളികൾ അടച്ചു, കടകളൊക്കെ അടച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത് നിർത്തി വെക്കേണ്ടി വന്നു. അങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അന്നാജി പറഞ്ഞു, ഞങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പച്ചരി മേടിച്ചത് സ്റ്റോറിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് മില്ലുണ്ട്, പൊടി വറുക്കാനുള്ള റോസ്റ്റർ മെഷീനുണ്ട്, അന്ന് നമുക്ക് അരിപ്പൊടി എന്ന് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അരി അവിടെ പൊടിച്ച് വറുത്ത് അരിപ്പൊടിയാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും കുറേ ആളുകൾ വീട്ടിൽ വന്ന് മേടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അരിപ്പൊടി കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഗോതമ്പും റാഗിയൊക്കെ തുടങ്ങി. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പോയപ്പോഴേക്കും നല്ല മില്ലറ്റിൻ്റെ സമയമായി വന്നു. അപ്പം മില്ലറ്റ്സ് എല്ലാ ഇനം പുട്ടുപൊടികളും ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളിപ്പം നെയ്യപ്പം കൂടാതെ ഒരു 30ഓളം നെയ്യപ്പത്തോടൊപ്പം തന്നെ ഒരു 30ഓളം പ്രോഡക്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും കുറവ് ഇപ്പോൾ നമ്മൾ ഓർഡറിൻ്റെ അനുസരിച്ചാണ് ഓരോ ദിവസവും നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഏറ്റവും കുറവ് 2 സ്റ്റാഫാണെങ്കിൽ ഒരു 35 കിലോ 40 കിലോ വരെ നമുക്ക് ഉണ്ടാക്കാം. എല്ലാ ദിവസവും ഈ യൂണിറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസത്തെ ഓർഡർ അനുസരിച്ച് ചിലപ്പോൾ 12 പേരായിരിക്കും, ചിലപ്പോൾ 20 പേരായിരിക്കും ജോലി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും തിരക്ക് ഉള്ള സമയം അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ സമയത്ത് 32 വനിതകളാണ് അവിടെ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു ദിവസം 720 കിലോ വരെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അൽഫോൻസാമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചായിട്ട് ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് 7 ലക്ഷത്തോളം നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒക്കെയാണ് ഞങ്ങളുടെ യൂണിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോന് 27 വയസ്സായി. അവന് ഇപ്പോഴും നടക്കില്ല. ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് എനിക്കും മോനും യാതൊരു ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചെയ്തിട്ട് ഒത്തിരി പ്രയോജനം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ 27 വയസ്സായി. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. വീൽ ചെയറിൽ എടുത്തിരുത്തണം, ഡ്രസ്സ് മാറിക്കണം, ഭക്ഷണം വാരി കൊടുക്കണം.
എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ കുറേ സമയത്ത് നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടെ അവരെ നല്ല കൂട്ടുകാരായിട്ട് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ബാക്കി സമയം TV റിമോട്ട് കൊടുത്തേക്കോണെ അവന് ഇഷ്ടമുള്ള സിനിമകളോ ചാനലുകളൊക്കെ മാറ്റി നെറ്റൊക്കെ ഉണക്കി കൊടുത്ത് ഇഷ്ടമുള്ള പാട്ട്, യാത്രകൾ അതൊക്കെ കണ്ട് അവൻ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 15 വർഷമായി കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ജോലിയെല്ലാം ഉള്ളപ്പം തന്നെ, കാഴ്ച ഉള്ളപ്പം തന്നെ ചെയ്ത് പഠിച്ചുകൊണ്ട് ഇപ്പം അത്യാവശ്യം എല്ലാ അടുക്കളയിലെ ജോലികളും ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഒരു കൈ, വീടിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും. പക്ഷെ പുറത്ത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, ഒരു കൈയില്ലാതെ ഒട്ടും പറ്റത്തില്ല. അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒപ്പം തന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് കുഴച്ച് കൊടുക്കാനൊക്കെ സ്റ്റാഫുണ്ട് കൂടെ. എങ്കിലും അതിൻ്റെ പാകമൊക്കെ പരുവപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവരുടെ കാര്യങ്ങൾ പായ്ക്ക് തിരക്കുള്ളപ്പം പായ്ക്കിങ്ങിനും പിന്നെ നെയ്പ്പം വെന്തോക്കും എന്നൊക്കെ നമുക്ക് എടുത്ത് നോക്കുമ്പം അതിൻ്റെ ആഴം മുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ സൈസ്. ഇങ്ങനെയെല്ലാം എപ്പോഴും അവരുടെ കൂടെ കാണും. തിരക്കുള്ളപ്പം വേണേൽ പായ്ക്കിങ്ങിനൊക്കെ കൂടാൻ പറ്റും. അങ്ങനത്തെ എല്ലാത്തിനും അവരുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അവരുടെ സാലറി ഒക്കെ ആണെങ്കിലും കാഴ്ച പ്രശ്നം വന്നപ്പം ഞാൻ അതിനനുസരിച്ച് ഒരുങ്ങി വന്നു. അപ്പം എൻ്റെ പേഴ്സിൽ പല പല കള്ളികളിലായിട്ട് 500-ൻ്റെയും 200-ൻ്റെയും 100-ൻ്റെ 50, 20, 10 അങ്ങനെയെല്ലാം നോട്ട് തിരിച്ചു വയ്ക്കും. അപ്പം എനിക്കതറിയത്തില്ലാത്ത കാര്യം എന്നെ സഹായിച്ച് അതെല്ലാം എല്ലാം വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ സാലറി കൊടുക്കണേലും കണക്ക് എഴുതിച്ച് ആഴ്ച അവസാനം സാലറിയൊക്കെ കൊടുക്കുന്നത് ഞാനാണ്. എല്ലാ ദിവസവും കണക്കൊക്കെ നോക്കും. എന്നിട്ട് സാലറി ആഴ്ച അവസാനമാണ് കൊടുക്കേണ്ടത്. ഇടയ്ക്ക് വീഡിയോക്ക് കൊടുക്കും. പക്ഷേ അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഒരിക്കലും തെറ്റ് പറ്റാതെ എടുത്ത് കൊടുക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്റ്റാഫാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഇന്നത്തെ ഒരു വിജയം എന്ന് പറയുന്നത്. അവർ നല്ല ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തത്. ഇപ്പം ഞങ്ങളിങ്ങനെ പോകുന്നപ്പം എൻ്റെ മോനെ നല്ല ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് തിരിച്ചു ചെയ്യുന്നിടം വരെ. അതുപോലെ അവരെ ഞങ്ങളുടെ ഒപ്പം നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ സാലറിയുടെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആക്കി വയ്ക്കും. അപ്പോൾ അത് ഒരുമിച്ചങ്ങ് കിട്ടുമ്പോൾ അവർക്കൊരു 50,000 രൂപയുടെ മുകളിൽ കുറച്ച് പേരുടെയായിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്കത് ഒരുമിച്ച് കിട്ടിക്കഴിയുമ്പോൾ നല്ലൊരു തുകയായിട്ട് അവർക്കൊരു 3 വർഷം 5 വർഷം കൂടും ഓരോന്നോരോന്നവർ മാറി മാറി പോസ്റ്റ് ഓഫീസ് കൂടും. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് 80,000, 1 ലക്ഷം, 1.5 ലക്ഷമൊക്കെ ഒരുമിച്ച് കിട്ടും. അപ്പോൾ അവർ അത് ആ പൈസ കൊണ്ട് മക്കളുടെയൊക്കെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളും പിന്നെ വീടിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഗോൾഡ് മേടിക്കാനോ സ്വർണ്ണ മാലയൊക്കെ നേരത്തെ മേടിക്കുമായിരുന്നു. അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റൊക്കെ ആക്കി മാറ്റുന്നത് കാണുമ്പോൾ നമുക്കത് വളരെയേറെ സന്തോഷമാണ്. അതുപോലെ അവരെല്ലാം അത്യാവശ്യ സാമ്പത്തികം ഉള്ള മക്കളൊക്കെ വിദേശത്തും ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരൊക്കെ. പക്ഷേ അവർ ഇങ്ങനെയൊരു ജോലി ചെയ്ത് അവരുടെ സ്വന്തം കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഡ്രസ്സ്, മരുന്നുകൾ ഇങ്ങനെയെല്ലാം സ്വന്തമായിട്ട് മേടിക്കുന്നത്. അവർ ശരിക്കും ഞാൻ പറയും അവരെല്ലാം നല്ല സ്വയം പര്യാപ്തരായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് എനിക്ക് അടുക്കളയിൽ ആളില്ലാത്തപ്പോൾ ഒന്ന് മീൻ വറക്കണേൽ അല്ലെങ്കിൽ ദോശയൊക്കെ ആയോ എന്നറിയത്തില്ല. പിന്നെ ചായ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് ആളില്ലാത്ത ഭാര്യ എന്നെ സഹായിച്ചു തരും. അതുപോലെ ഞാൻ എൻ്റെ മിഷനറീസിൻ്റെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പുറത്തോട്ടുള്ള സെയിൽസ് പിന്നെ നമ്മുടെ GST കണക്കുകൾ ഇങ്ങനത്തെ എല്ലാം അജിയാണ് എന്നെ സഹായിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം കടയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം, നെയ്യുണ്ടാക്കി വെച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞത് അജിയാണ്. അതുപോലെ തന്നെ അതിന് ശേഷമുള്ള എല്ലാ പിന്തുണയും പ്രോത്സാഹനവും തന്ന് എന്നെ ഞാനാക്കി മാറ്റിയതും എന്നെ ഒരു സംരംഭകയാക്കി തീർത്തതും ഇന്ന് ഈ വേദിയിൽ എനിക്ക് എത്തിച്ചേരാൻ വരെ സാധിച്ചതും എൻ്റെ ഭർത്താവ് അജിയുടെ കൈകൊണ്ട് സന്തോഷമാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആഗ്രഹങ്ങൾ നേരെ തിരിച്ചായിരുന്നു. ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പാർലറും അങ്ങനെയൊക്കെ ആയിട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിത സംഭവങ്ങളും എൻ്റെ മോൻ്റെ രോഗവും എൻ്റെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് അതിനെ മറികടക്കാനായിട്ട് അതിനെ തന്നെ ചെയ്യാനായിട്ടാണ് ഒരു ചെറിയ സംരംഭം ആരംഭിച്ചത്. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയപ്പോൾ അത് കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങളുടെ കഴിവല്ല കേട്ടോ. അത് ദൈവം, ഞാൻ പ്രാർത്ഥിച്ച ദൈവം ഭയങ്കര ശക്തിയുടെ ഒരു ദൈവമായിരുന്നു. ആ ദൈവത്തിൻ്റെ ശക്തിയും ഇപ്പം 15 വർഷമായിട്ടും എന്നെ കാത്ത് കൈപിടിച്ച് കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ മാതാവിൻ്റെ ഒരു ശക്തിയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എൻ്റെ ഈ സംരംഭം എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും വലിയൊരു നന്മയ്ക്കായിട്ട് അത് മാറ്റി. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, നെയ്യപ്പത്തിൽ കൂടുതൽ ഭാഗവും
വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ച് പള്ളികളിൽ നേർച്ചയൊക്കെയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് അതിന് പുറകിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കണ്ണിന് ഭയങ്കരമായിട്ട് വേദനയുണ്ടാകും. ഇന്നലെ വൈകിട്ട് നല്ല വേദനയായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണ് ഡ്രൈ ആയിട്ട് കണ്ണിലെ തൊലിയൊക്കെ പോകും, കൃഷ്ണമണിയിലെ തൊലിയെല്ലാം പോകും. അപ്പോൾ ഭയങ്കര വേദനയാണ്. പക്ഷേ ഞാൻ ഈ വേദന ഉണ്ടെങ്കിലും കണ്ണ് പത്തിയൊക്കെ പിടിച്ച് എല്ലാ ജോലികളും, ഞാൻ ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ മിക്കവാറും ഞാൻ തന്നെ ചെയ്തിരിക്കും. അങ്ങനെ നമ്മുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞ പോലെ നിങ്ങളിവിടെ ടി വി കണ്ടല്ലോ. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൈരളി ടി വിയുടെ ഒരു ജാല അവാർഡിനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പത്മഭൂഷൺ മമ്മൂട്ടി ആണ് ഞങ്ങളെ തിരഞ്ഞെടുത്തതും ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരം തന്നതും. അതൊക്കെ ദൈവത്തിന്റെ സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ എനിക്കും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കുകയല്ല ചിലപ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളത് ദൈവത്തിൽ ആശ്രയിച്ച് കുറച്ച് അധ്വാനിക്കാനും കഷ്ടപ്പെടാനൊക്കെ തയ്യാറാണെങ്കിൽ ദൈവം അതിനുള്ള മാർഗം നമുക്ക് കാണിച്ചു തരും. അതായത് ഇപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പലരും സംരംഭകരോ ബിസിനസ്സുകാരോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ അകത്തും ഇതൊന്നും ചെയ്യുന്നില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം ഒരു ജോലി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പഠനം ആവശ്യമാണ്, പ്രായം പ്രശ്നമാണ്. ഇപ്പം നമുക്ക് ഒരു സംരംഭമോ ബിസിനസ്സോ തുടങ്ങണമെങ്കിൽ അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തുടങ്ങാം. അതിനൊരു വിദ്യാഭ്യാസമൊന്നും പ്രശ്നമല്ല. അപ്പം നമുക്ക് ഒരു സ്വയം പര്യാപ്തരായി മുന്നോട്ട് പോകുമ്പം നമുക്കും നമ്മുടെ വീടിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ ചേട്ടന്മാർക്കും എല്ലാം ഒരു പ്രചോദനമായിട്ട് നമ്മുടെ സ്വയം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ശരിക്കും ഒരു നമ്മുടെ തന്നെ ഒരു ആത്മാഭിമാനമായിട്ടാണ് ഞാനിതിപ്പോഴും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല സംരംഭകരായിട്ട് മാറാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൻ്റെ വിളക്കായിട്ട് മാറാൻ അമ്മമാർ അല്ലേ, നമുക്കതിന് വേണ്ടിയിട്ട് യേശു പിതാവിന് തിരുനാളല്ലേ വരുന്നത്, യേശു പിതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് നല്ലൊരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിന് ചുറ്റിനെ കന്മതിലിന് അടിയിലായിട്ട് തെറിച്ച് നിൽക്കുന്ന കുറച്ച് കല്ലുകളുണ്ട്. ആ കല്ലിന് അടിയിൽ ഒളിച്ച് താമസിക്കുന്ന കുറച്ച് പുൽപ്പൂക്കളുണ്ട്. അപ്പോൾ ആ പുൽപ്പൂക്കൾ അവിടെ മഴ വന്നാൽ നനയില്ല, കാറ്റ് വന്നാൽ അതിന് പ്രശ്നമില്ല, പെട്ടെന്നൊന്നും ഒരു പശു വന്നൊന്നും കടിച്ചു തിന്നിയില്ല. അങ്ങനെ അവരവിടെ സുരക്ഷിതരായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പുൽപ്പൂവ് തല നീട്ടി എത്തി നോക്കി ആ പൂന്തോട്ടത്തിലോട്ട്. ആ പൂന്തോട്ടത്തിലോട്ട് എത്തി നോക്കിയപ്പോൾ നല്ലൊരു പനിനീർപ്പൂവ് അവിടെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ കാണാൻ ഒത്തിരി ആളുകൾ വരുന്നു. അതിൻ്റെ സൗരഭ്യമൊക്കെ ആസ്വദിച്ച് തൊട്ട് പരിപാടി കടന്നു പോകുന്നു. അത് കണ്ടപ്പോൾ ആ പുൽപ്പൂവിനൊരാഗ്രഹം, എനിക്കും അതുപോലെ നല്ല മനോഹരമായ ഒരു പനിനീർപ്പൂവായിട്ട് മാറണമെന്ന്. അപ്പം ഈ പുൽപ്പൂവ് എൻ്റെ അപ്പനും അമ്മയൊക്കെ ആയ പുൽപ്പൂക്കളുണ്ട്, അവിടെ പ്രായം ചെന്ന പുൽപ്പൂക്കളുണ്ട്. അവരോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ നല്ല മനോഹരമായ ഒരു പനിനീർപ്പൂവായി മാറണം. അപ്പോൾ അവർ പറഞ്ഞു നീ അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യരുത്, കാരണം ഈ പനിനീർപ്പൂവിൽ ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. അതിനുശേഷം അതവിടെ നിൽക്കുന്നതിന് അത്ര സുഗമമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഈ കല്ലിനടിയിൽ ഒളിച്ച് എത്ര നാൾ കുറേ നാൾ താമസിക്കാം. നീ അതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുൽപ്പൂവിന് ഭയങ്കര ആഗ്രഹം, എനിക്കൊരു പനിനീർപ്പൂവായിട്ട് മാറണം. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ ആഗ്രഹം സാധിച്ചു, അതൊരു പനിനീർപ്പൂവായിട്ട് മാറി. പനിനീർപ്പൂവായിട്ട് വന്നപ്പോൾ ആളുകളെല്ലാം വന്നു, അതിനെ തൊട്ട് തലോടി അതിൻ്റെ സൗരഭ്യമൊക്കെ ആസ്വദിച്ച് കടന്നുപോയി. സൂര്യൻ ഉദിച്ച് വന്നപ്പം സൂര്യന് നേരെ മുഖം ഉയർത്തി ഇത് നിന്നു. അതിനുശേഷം നല്ല മഴ വന്നപ്പം മഴയോട് ചെറുത്ത് നിന്നു. കാറ്റ് വന്നു, കാറ്റിനോട് പൊരുത്തി നിന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇതളുകളെല്ലാം സ്വാഭാവികമായിട്ട് പൊഴിയാൻ തുടങ്ങിയപ്പം ആ ഒളിച്ചിരുന്ന പുൽപ്പൂക്കൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കണ്ടില്ലേ, നിന്നോട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നോ ഇങ്ങനെ പനിനീർപ്പൂവായി മാറരുത്. അപ്പം നിന്റെ ജീവിതം ഇന്ന് തീരാൻ പോവുകയാണ്, ഞങ്ങൾ ഇനിയും കുറച്ചു നാളും കൂടെ സുഖമായിട്ട് ഇതിൻ്റെ ഇടയിൽ താമസിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പനിനീർപ്പൂ അവരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഇന്ന് ജീവിച്ച ജീവിതമാണ് ജീവിതം. ആ കല്ലിനടിയിൽ എത്ര നാൾ ഒളിച്ചു താമസിച്ചാലും അതൊരു ജീവിതമാകുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ സൂര്യന് നേരെ മുഖം ഉയർത്തി സൂര്യന് നേരെ വെല്ലുവിളിച്ച് നിന്നു. മഴ വന്നപ്പോൾ മഴയോട് പൊരുതി നിന്നു, കാറ്റിനോട് പൊരുതി നിന്നു. ആളുകളെല്ലാം വന്നെൻ്റെ സൗരഭ്യം ഒക്കെ ആസ്വദിച്ച് കടന്നുപോയി. അപ്പോൾ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്നത്രയും നാളും നല്ല ഭംഗിയായിട്ട് ജീവിക്കുക, ഉജ്ജ്വലമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുതന്നെയാണ്. നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ഇടയ്ക്ക് കാറ്റും മഴയും പ്രതിബന്ധങ്ങളെല്ലാം വരും. പക്ഷെ നമ്മൾ അതിനോട് ചേർത്ത് നിൽക്കുക,
നമുക്കാവുന്നത്ര നല്ല നന്മകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്ത് ഭംഗിയായിട്ട് ഉജ്ജ്വലമായിട്ട് ഒരു പരിനിരപ്പുവിനെ പോലെ നമുക്കെല്ലാം ജീവിക്കാം അല്ലേ. അതിന് വേണ്ട എല്ലാ അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ CMC അങ്കമാലി പ്രൊവിൻസിൻ്റെ വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ വാർഷികം ഈ വർഷത്തെ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്.